ശരി. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞതിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയറായി വ്യക്തതയുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് ഞാനാണ് എഴുതി കൊടുക്കുന്നത്. ഞാനത് എഴുതി കൊടുക്കുമ്പോൾ അത് CPMനായിരിക്കും എന്ന് കൂടി അദ്ദേഹം വളരെ വ്യക്തതയോടെ പറഞ്ഞു. പക്ഷേ EDയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും ഞെട്ടിച്ച കാര്യം, അദ്ദേഹം പറയുന്നു വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ ഒന്നും ഉടമയല്ല, ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണമൊന്നുമല്ല. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, മുൻ പാർട്ടി സെക്രട്ടറി, മുൻ മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിൽ ഇപ്പോൾ CPMലെ ഏറ്റവും മുതിർന്ന നേതാവ് പറയുകയാണ് ഇതിൽ പറയുന്ന തുക അത്ര വലിയ തുകയല്ല എന്ന്. ആരോടാണ് പറയുന്നത്? അങ്ങയുടെ തന്നെ സഖാക്കളോടാണ് പറയുന്നത്. അപ്പോൾ 2.78 എന്ന കോടിയാണോ, 20 കോടി 5 ലക്ഷം എന്ന് പറയുന്ന കണക്കാണോ, ഏത് കണക്കാണ്? ഈ രണ്ട് കണക്കും നമ്മളെ സംബന്ധിച്ച് കോടികൾ എന്ന് പറയുന്നത് വലിയ കണക്കാണ്. അപ്പോൾ അത് ഒരു വലിയ പണമല്ല എന്ന് പറയുന്നു. എന്താ എത്രയാണെന്നുള്ളത്? അപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ പറയുന്നു. ഈ വിചിത്രമായ നടപടികളായി പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത് ED ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിനെ കുറിച്ചാണ്. അതിൽ സുനിൽ തന്നെ നേരത്തെ സംബന്ധിച്ച കാര്യമാണ്. വാർത്താക്കുറിപ്പുകൾ പല ഘട്ടങ്ങളായി ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ കണക്കൊക്കെ നേരത്തെ ജോസഫ് സി മാത്യു എൻ്റെ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നത് 58 കേസുകളോ 38 എത്ര കേസ്, 39 കേസുകൾ, 39 റിലീസുകൾ ഇതിന് ഉണ്ടായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ 8 വാർത്താക്കുറിപ്പുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു. ഈ കേസ് അല്ലാതെ തന്നെ ഇപ്പോൾ അവയവ കച്ചവട കേസുമായി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നടന്നതാണ്, അതിലും റിലീസ് വാർത്താക്കുറിപ്പുണ്ട്. അതും അന്വേഷണം പൂർത്തിയായിട്ടല്ല, റെയ്ഡുകൾ നടത്തുമ്പോഴാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കുക എന്നുള്ളത്. ഇതും റെയ്ഡ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കോഴിക്കോട്ടേക്ക് റെയ്ഡ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ വാർത്താക്കുറിപ്പ് ഇറക്കുന്നതിൽ വ്യക്തത കുറവില്ല എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇറക്കുന്ന വാർത്താക്കുറിപ്പ് എപ്പോഴും പത്രങ്ങൾ വാർത്ത കൊടുക്കുന്നത്, പത്രങ്ങൾ വെബ്സൈറ്റിൽ നിന്നാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയല്ല, വെബ്സൈറ്റിലും ഉണ്ട് വാർത്താക്കുറിപ്പുണ്ട്. അപ്പോൾ അതിലൊരു പുതുമയില്ല എന്ന ആ വാദം അവിടെ പൊഴിയാണ്. അടുത്തതായി പിണറായി വിജയൻ എന്നല്ല P വിജയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ P വിജയൻ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാകാതിരിക്കുമല്ലോ. അപ്പോൾ മുൻ മുഖ്യമന്ത്രി എന്ന് കൃത്യമായി പറയുന്നു. എന്താണ് അങ്ങനെ പറയാനിടയാകുന്നത്? എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ എന്തിനാണ് എൻ്റെ പേര്, ഈ സ്ഥാനപ്പേര് അടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? പറയണ്ടേ? കാരണം പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വീണയ്ക്ക് ശശീന്ദ്രൻ കർത്ത കടം കൊടുത്തത്. 25 ലക്ഷം വീതം 2 തവണയായിട്ട് കടം കൊടുക്കുന്നത്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അല്ല, പിണറായി വിജയന് രാഷ്ട്രീയമായ ഒരു ബന്ധവുമില്ല എങ്കിൽ വീണ ടീക്ക് ശശീന്ദ്രൻ കർത്ത കടം കൊടുക്കുമോ? ഇപ്പോൾ മാധവോ ഞാനോ പോയാൽ നമുക്ക് കടം തരുമോ? ഇല്ല. പിണറായി വിജയൻ എന്നുള്ള ഐഡന്റിറ്റി അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മകൾക്ക് കിട്ടിയത്. പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴാണ് എക്സാലോജിക്കിനും ഈ വീണയ്ക്ക് സ്വന്തമായിട്ടും ഈ മാസപ്പടി എന്ന വാക്ക് പ്രയോഗിക്കരുതെന്ന് പറയുമ്പോൾ മാസാമാസം തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിന് വേറെ എന്ത് വാക്ക് ഇട്ട് ഉപയോഗിച്ചാലും മാസാമാസം തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് ഈ പറയുന്ന ഇപ്പോൾ നിഷേധിക്കുന്ന ഡയറി കുറിപ്പുകളാണ് നിഷേധിക്കുന്നത്. ഈ ഡയറി കുറിപ്പുകളിൽ നിന്ന് തന്നെയാണ് വ്യക്തമായിട്ടുള്ളത്. ഈ ഡയറി കുറിപ്പുകൾ നിങ്ങൾക്ക് ചില സമയത്ത് പ്രശ്നം, ചില സമയത്ത് നല്ലത് എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല. അതിൽ തന്നെയാണ് ഈ പറയുന്ന PV, പിന്നെ RC, OC തുടങ്ങിയ പേരുകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആ ചുരുക്കപ്പേരുകളിലേക്കും പോകുമെന്ന് തന്നെയാണ് ഈ കടലാസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ പറയുന്നത് അല്ല നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തല്ലല്ലോ ED അന്വേഷിക്കുക. ED ഒന്നാമത് ED എല്ലാ തരത്തിലും സംശുദ്ധമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്നൊരു വാദമൊന്നും നമുക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു കേസുണ്ട്. കാരണം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഇപ്പോൾ ഈ കോടികളൊക്കെ വളരെ ചെറിയ കോടികളായി തോന്നുമ്പോൾ പിണറായി വിജയന്റെ മകൾക്ക് സ്വാശ്രയ കോളേജിലെ പഠനത്തിന് തൊട്ടു പിന്നാലെ ഒരു വൻ വ്യവസായിയുടെ കമ്പനിയിൽ CEO ആയി നിയമനം കിട്ടുകയാണ്. ഒരു കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു CEO പോസ്റ്റ് കിട്ടുമോ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. അതിനുശേഷമാണ് ഈ എക്സാലോജിക് എന്ന കമ്പനി, പിണറായി വിജയൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പെൻഷൻ പറ്റിയ തുക, എത്ര തുകയുണ്ടാകും ഒരു ടീച്ചർ പെൻഷൻ പറ്റുമ്പോൾ നമ്മുടെ മുന്നിൽ അറിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ തുക കൊണ്ട് ഒരു ചെറിയ കമ്പനി തുടങ്ങുന്നു. ലേക്കർ ഇന്ത്യയെക്കുറിച്ച് ഇതുവരെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? ലേക്കർ ഇന്ത്യ എങ്ങനെയാണ് ഇപ്പോൾ? ലേക്കർ ഇന്ത്യ GST നമ്പർ വരെ കളവാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. 15 അക്കങ്ങൾ ഉണ്ടാകേണ്ട നമ്പർ 14 അക്കമേ ഉള്ളൂ. ഇപ്പോൾ അതിൽ GSTക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ 2 ഉടമകളുടെയും പേര്, ആ കെട്ടിടത്തിൻ്റെ 2 ഉടമകളുടെയും പേര് വേണ്ടേ? അതിൽ ഈ പറയുന്ന ഡോക്ടർ അനീസിൻ്റെ പേര് മാത്രമാണ് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ അടിമുടി ദുരൂഹതയാണ്. ഈ പറയുന്ന മുഹമ്മദ് റിയാസിലേക്ക് നേരിട്ട് തെളിവില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. ശരിയാണ്, ഈ പറയുന്ന അക്കൗണ്ടിലേക്ക്, മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതായിട്ടുള്ള തെളിവുകളൊന്നും നമ്മുടെ മുന്നിലേക്ക് ഇതുവരെ ഈ വാർത്താക്കുറിപ്പിലില്ല. പക്ഷേ ഈ പറയുന്ന പേരുകൾ മുഴുവൻ റിയാസിന്റെ ആത്മമിത്രങ്ങളാണ്. ഇല്ല, ഈ വാർത്താക്കുറിപ്പ് പറയുന്ന പേരുകൾ എന്ന് പറയുന്നത് വീണ ടിയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് വാർത്തയായി വരുന്നത്. അല്ല, ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പത്രം കൊടുത്ത ഒരു വാർത്ത മാത്രമായിട്ട് നമ്മൾ പറയേണ്ട. നമ്മൾ ഈ വാർത്താക്കുറിപ്പിനെയാണ് ഉദ്ധരിക്കുന്നത്. ഒരു പത്രം കൊടുത്ത വാർത്ത അത് അദ്ദേഹം പറഞ്ഞോട്ടെ, അത് അങ്ങയുടെ കൂടത്തിൽ പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന ഇത്ര കാര്യമുള്ളൂ. എന്നെ സംബന്ധിച്ച് അത്ഭുതം തോന്നിയ കാര്യം
കാര്യം അതത്ര വലിയ കോടിയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. പിന്നീട് എൻ്റെ മകളായതുകൊണ്ടാണല്ലോ എന്നുള്ളതാണ്. എൻ്റെ മകളായതുകൊണ്ട് വേട്ടയാടുകില്ല, അദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ മകൾക്കായി പ്രത്യേക പരിഗണന കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ആ പരിഗണന അഴിമതിയായി വളർന്നതിനെ കുറിച്ചാണ് ചോദ്യം. അത് 2.78 എന്നുള്ള തുക മാറി ഇപ്പോൾ അത് 20 കോടിയിലേക്ക് പുറത്തേക്ക് പണം കടത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മുടെ ചോദ്യമായി നിൽക്കുന്നത്. ഈ പറയുന്ന കമ്പനി ഒരു കറക്ക് കമ്പനിയാണ് എന്നുള്ളതാണ്, ഇത് ഷെൽ കമ്പനിയാണെന്നതിന്റെ വിവരങ്ങളാണ് ED മുന്നോട്ട് വെക്കുന്ന കാര്യം. ഇതൊക്കെ തെളിയുമെന്നൊന്നും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. EDയുടെ അന്വേഷണം പാതി വഴി അല്ലല്ല, ഇതുവരെ നമ്മുടെ മുന്നിൽ നിഷേധിച്ചിട്ടില്ല. വീണ ടി നിഷേധിച്ചിട്ടില്ല. ആരോപണ വിധേയ കേസ് നേരിടുന്ന വീണ ടി ഇതുവരെ ആവശ്യങ്ങളുണ്ട്. വീണ ടി ഇതുവരെ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല. ഈ പറയുന്ന സേവനം നൽകിയിട്ടില്ല, സേവനം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞ രേഖകളുണ്ട്. അതിൽ സേവനമില്ല എന്ന് തെളിയിക്കാൻ സേവനം ഇല്ല എന്ന് EDയോട് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കേണ്ട ഒറ്റ കാര്യം കൊണ്ടാണ് അവർ അതിനെതിരെ കോടതിയിൽ പോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന പിണറായി വിജയന്റെ മകളും വിസ്തീർണം നൽകിയിട്ടില്ല, പിണറായി വിജയനും വിസ്തീർണം നൽകിയിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഒരു ഘട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. സംസ്ഥാനത്തെ ഗ്രഹിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പറയുന്നു. ED വിഷയം പറയാൻ വന്ന വാർത്താ സമ്മേളനമായതുകൊണ്ട് അത് നന്നായി അങ്ങ് വിശദീകരിക്കുന്നു. അതിലേക്ക് ചോദ്യത്തിൽ കിടക്കുമ്പോൾ പഴയ മുഖ്യമന്ത്രി കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തൽക്കാലം നിർത്താം, ബാക്കിയൊക്കെ പിന്നീട് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൂടി പറയാൻ താല്പര്യമുള്ള വിഷയം നാടകവുമായി ബന്ധപ്പെട്ട ആ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ഒന്നുകൂടി വിശദമായി പറയുന്നു. അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ പറയുന്നു. ഏതായാലും ഒരു വാർത്ത അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഞാൻ പറഞ്ഞ വളരെ ക്ലാരിറ്റിയുള്ള വാർത്ത, CPക്ക് എന്തായാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടില്ല എന്നുള്ളതാണ്. ED വിഷയത്തിൽ അദ്ദേഹം ഒരു റേഡിയോ ഓൺ ചെയ്ത പോലെ ചില കാര്യങ്ങൾ പറയുകയും ചോദ്യങ്ങളെ നേരിടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. Meet the editors.